നമസ്തേ. 2026 വിഷുഫലം. വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ കഴിഞ്ഞൊരു വർഷം ഏറ്റവും നല്ല ഭാവം തന്നെയാണ്. തുലാം രാശിയിൽ പെടുന്ന വൃശ്ചിക നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലൂടെയാണ് അവർ സഞ്ചരിച്ചിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം, അതായത് ഈ വർഷം നമുക്ക് വരുന്നത് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. അപ്പം അത് മനസ്സിലാക്കണം. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു വാഹനാദികൾ വാങ്ങാൻ അതൊക്കെ നടന്നിരുന്നു. ആ വാഹനങ്ങളൊക്കെ വാങ്ങുക, വീട് വയ്ക്കുക, അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് തടസ്സങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ തടസ്സങ്ങൾക്ക് നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകണം, ഈശ്വരാധീനം വേണം. അതേപോലെ നമ്മുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. കിട്ടുന്ന ധനങ്ങൾ ആ വാക്കിലൂടെ ചിലപ്പോൾ ഇവിടെ ബ്ലോക്ക് ആവാനായിട്ട് സാധ്യതകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കണം. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ഈ വൃശ്ചിക രാശിയിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 2 രാശിയിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർ ശ്രദ്ധിച്ച് ഏത് രാശിയിലാണോ നിങ്ങളുടെ നക്ഷത്രം പെടുന്നതെന്ന് നോക്കണം. പിന്നെ അതുപോലെ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണോ എന്നുണ്ടെങ്കിൽ പരിശോധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലത്തിലാണ് പോകുന്നത്. വൃശ്ചിക രാശിയിൽ പെടുന്ന വിശാഖ നക്ഷത്രക്കാർക്ക് എല്ലാത്തിനും ബ്ലോക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മാറ്റമാണ് ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ അത് എന്താണ്, നല്ലതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഏടത്തിനൊക്കെ വരുന്നത് 9ാം ഭാവത്തിലേക്കാണ്. അപ്പം അത് ഏറ്റവും നല്ല 9 ഭാഗ്യമാണ്, ഭാഗ്യഭാവമാണ് നമ്മുടെ. അപ്പോൾ ഈശ്വരനെ നന്നായി വിളിച്ചാലാണ് നമുക്ക് ഏറ്റവും നല്ല ഭാഗ്യം അവിടെ വരിക. വേണ്ടത് വേണ്ടപ്പോൾ തോന്നണം. എന്താണ് നമ്മൾ ചെയ്യാൻ പോണതെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വീട്ടിലിരുന്ന് ആലോചിക്കണം. എന്ത് കാര്യത്തിനും നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ അറിഞ്ഞ് പറയുന്നതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. പെട്ടെന്നുണ്ടാകുന്ന ഒരു തീരുമാനത്തിൽ ഓക്കെ എന്ന് പറയാതെ ശരി എന്നവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ വീട്ടിലൊന്ന് ആലോചിച്ച് കറക്റ്റ് നമ്മളുടെ ഒരു തീരുമാനത്തിലെത്തിയിട്ട് മാത്രം ആൻസർ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൂടെ തന്നെയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയാണെങ്കിൽ ഈ വിശാഖ നക്ഷത്രക്കാർ വൃശ്ചിക രാശിക്കാർക്കും തുലാത്തിൽ നിൽക്കുന്ന വിശാഖ നക്ഷത്രക്കാർക്കും നല്ലൊരു സമയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും.